ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മാറ്റുക, ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥതയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇങ്ങനെയൊക്കെ പറയാൻ യേശുവരാൻ മാത്രമേ ഉള്ളൂ. സന്തോഷിപ്പിൻ, എപ്പോഴും കർത്താവിൽ സന്തോഷിപ്പിൻ. സന്തോഷം, സ്വസ്ഥത, സമാധാനം, സമ്പൽ സമൃദ്ധി ഇതൊക്കെ തരാം. രോഗശാന്തി ഇതൊക്കെ തരാമെന്ന് പറഞ്ഞേക്കണ വേറെ ആരുമില്ല കേട്ടോ. ഈ പിതാവിലായിട്ടുള്ള വഴി അതൊക്കെ എല്ലാം പറഞ്ഞു തരാനൊക്കെ ഒരേ ആരാളെ വന്നിട്ടുള്ളൂ. അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ ലോകത്തിൻ്റെ ചരിത്ര പുരുഷനായ പൗലോക്കുഞ്ഞ് പറഞ്ഞ പോലെ, ഞാൻ ആരാന്നറിയാമോ അപ്പാമ്മേ? ഞാൻ ഗോസ്റ്റാന്ന്. ഞാൻ പറഞ്ഞു അല്ല, നോ, പൗലോക്കുഞ്ഞ് ഗോസ്റ്റല്ല, പൗലോക്കുഞ്ഞ് സൂപ്പർമാൻ. സൂപ്പർമാൻ വലിയ ഇഷ്ടപ്പെട്ടു, സ്പൈഡർമാനെ. അപ്പം ഞാൻ പറഞ്ഞു രണ്ട് സൂപ്പർമാനുള്ള. ചുമ്മാ പൗലോക്കുഞ്ഞോട് പറയാം, ഒന്ന് ജീസസ് ക്രൈസ്റ്റ്, ഒന്ന് പൗലോക്കുഞ്ഞ് എന്ന് പറഞ്ഞു. വലിയ ഹാപ്പിയായി. അപ്പോൾ ലോകത്തിൽ ഒരേ ഒരു സൂപ്പർമാനേ ഉള്ളൂ, അത് നമ്മുടെ യേശു ക്രിസ്തു. കൂലിപ്പണിക്കാരനാശാരിയായിട്ട് ജനിച്ച് ലോകത്തിൻ്റെ ചരിത്രത്തെ രണ്ടാക്കി ഇപ്പോഴും നിന്ന് കത്തി ജോലിച്ച് ലോകത്തിന് ഇങ്ങനെ കീഴടക്കി വേറെ ആരുണ്ട്? അപ്പോൾ ഒരു വചനം വായിച്ചു തുടങ്ങാവേ. ഇത് എല്ലാ ലോകവും പ്രപഞ്ചവും സൃഷ്ടിയൊക്കെ കാത്തിരിക്കണ ദിവസമാണ് കേട്ടോ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കൂടെ ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഈ ഒരു ദിവസം ലോകം അപ്പടി ശ്രദ്ധിക്കണ ദിവസമാണ്. എല്ലാവരും നോക്കണേ, എല്ലാ മതക്കാരും. അപ്പോൾ നമ്മുടെ AR റഹ്മാൻ പറഞ്ഞു കേട്ടില്ലേ, ഈ യേശു രണ്ടാമത് വരുമെന്ന് പറഞ്ഞു കേട്ടു. അതെനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ഒരു ഇൻ്റർവ്യൂവിൽ. എന്താണ് എനിക്ക് കാണണമെന്ന് ആഗ്രഹം? ഇപ്പോൾ എല്ലാവരും ഓർത്തു ഇനി ഒരു അവാർഡ് കിട്ടണമെന്നോ അങ്ങനെയൊക്കെ പറയുന്നു. യേശു ക്രിസ്തു രണ്ടാമത് വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് കാണണമെന്നൊരാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എല്ലാവരും ലോകം പ്രപഞ്ചമൊക്കെ കാത്തിരിക്കണേ ആ വരവിനാണ്. അപ്പം യഹൂദന്മാർ കാത്തിരിക്കണത് ആ വരവ് നോക്കിയാണ്. നമ്മൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടുകൂടി ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടി ഇരിക്കും. അപ്പോൾ ഈ ദൈവത്തിൽ വസിച്ചാൽ, യേശുവിൽ വസിച്ചാൽ എപ്പോൾ വേണേലും മരിച്ചാലും ആദ്യം ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തു യേശുവിൽ മരിച്ചവർ മരിച്ചില്ല. യേശു ഇപ്പോൾ വരുവാണ്, ഇന്നിപ്പോൾ ഈ നിമിഷം വരുവാണെങ്കിൽ നമ്മൾ ആകാശത്തിൽ എടുക്കപ്പെടും. ഞാൻ ഓർക്കും യേശുപ്രാൻ ഇങ്ങനെ കുതിരപ്പുറത്ത്, ഇങ്ങനെ വെള്ള കുതിരപ്പുറത്ത് ഇങ്ങനെ വരും. യേശുപ്പാന്ന് പറഞ്ഞ് ഓടി ചെല്ലാലോ, നമുക്ക് നല്ല പരിചയമല്ലേ. അന്നേരം ഞാൻ നിന്നെ അറിയുന്നില്ലെന്ന് പറയാനിടവരരുത് കേട്ടോ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ വചനം പാലിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. വചനം പാലിക്കണം. അപ്പോൾ ഞാൻ ഈ സാരി കൊടുത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നല്ലേ എന്നാന്ന്? അതെ, എൻ്റെ കൂട്ടുകാരി അനിതാപ്പിയുടെ കൊച്ചിൻ്റെ നിവേദിയുടെ കല്യാണമാണ്. അപ്പോൾ 3 വട്ടം പായസം ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര രുചിയായിരുന്നു. അവരൊക്കെ ചിരിക്കുക, വിളമ്പുന്നവരെ. ക്ലാസ്സിൽ നിന്ന് പായസം. അപ്പോൾ അവർ പറഞ്ഞു, എനിക്കൊരു ടെൻഷൻ, ഞങ്ങൾ കൂട്ടുകൂടി വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും ഉണ്ണാൻ പോകും. എൻ്റെ ദൈവം കുഞ്ഞു വാങ്ങി ഉണ്ടിട്ട് വന്നിട്ട് പറഞ്ഞു, അമ്മേ മാമ്പഴക്കറി ഉണ്ട്, പക്ഷേ മാങ്ങാപ്പഴം തരില്ല. നമ്മൾ ചോദിച്ചപ്പോൾ മാമ്പഴക്കറിയുടെ മാങ്ങാപ്പഴം കിട്ടിയെന്ന് പറഞ്ഞു. അമ്മ പോകുമ്പോൾ ചോദിച്ചു മേടിച്ചോളാൻ പറഞ്ഞു. എന്നോർക്ക് ദൈവമേ മാമ്പഴക്കറി ഇതൊന്നും പോകുമ്പോൾ എനിക്ക് പറയാൻ പറ്റുമോ? 4 മണി മുതലൊന്നും കഴിച്ചില്ല, മേക്കപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ യേശുപ്പാ ഇങ്ങനെയൊക്കെ ഓർത്തോണ്ടിരുന്നു. അവിടെ ചെന്നിട്ട് എല്ലാം വർത്താനം പറഞ്ഞിരിക്കും. ആർക്കും വിശപ്പില്ല, ഞാൻ മാത്രമേ 4 മണി മുതൽ പട്ടിണിരിക്കണേ ഈ പായസം കുടിക്കാൻ വേണ്ടി. ചെന്നപ്പോൾ മാമ്പഴക്കറിയുടെ ചാറ്. അപ്പോൾ ഞാൻ ചോദിച്ചു മാമ്പഴം ഉണ്ടോ? ഉടനെ കൊണ്ടുവന്ന് എല്ലാവർക്കും മാമ്പഴം കിട്ടി. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ മാമ്പഴം കിട്ടിയെന്നൊരു പിടിയില്ല. മാമ്പഴക്കറി പിന്നെ എല്ലാ കറിയും ഭയങ്കര രുചിയായിരുന്നു കേട്ടോ. എവിടുത്തെയായിരുന്നു അയ്യോ അതിൻ്റെ പേര് ഞാൻ മറന്നുമില്ല. തൃക്കോണത്തിലുള്ള ഒരു ഫേമസ് പൂർണ്ണശ്രീയോ നല്ല സദ്യയായിരുന്നു. പിന്നെ അങ്ങനെ. അപ്പോൾ ഇത് നമ്മുടെ സ്വർണ്ണക്കടയിൽ ഒരു മാലയൊക്കെ എടുത്തിട്ടതാണ് കേട്ടോ. 5 പവൻ സംതിങ് ഉണ്ട്. നമ്മൾ ഇത് എന്നിട്ട് കമ്മൽ എൻ്റെ സ്വന്തം കേട്ടോ, ഒരു 15 വർഷം മുമ്പുള്ളതാട്ടോ. ഇത് വേദന എടുത്ത് തുടങ്ങി. 2.5 പവൻ പറഞ്ഞ് പണിയത് വന്നപ്പോൾ ഇങ്ങനെ 2.5 പവനായി. അപ്പോൾ ഇങ്ങനെ 2.5 പവൻ്റെ കമ്മലും. അത് അന്ന് ഞാൻ അവരോട് ബഹളം വെച്ചു, ഇത്രയും ഞാൻ എങ്ങനെ കാതിൽ തൂക്കും. പക്ഷെ ഇപ്പോൾ ഓർക്കുക, അപ്പം അന്ന് 2.5 പവനൊക്കെ ഈസി ആയിട്ട് മേടിച്ചു. ഇപ്പോൾ ഈ വിലയ്ക്ക് നല്ലൊരു അസറ്റ് ആയില്ല. 2.5 പവൻ അത്രയും കാശ് കയ്യിലായല്ലോ. അപ്പം അങ്ങനെ നമ്മൾ നല്ലത് മേടിച്ചാൽ ഇനി എത്ര കാലം കഴിഞ്ഞ്. ഇന്ന് ഞാൻ കുഞ്ഞിനോട് പറയതേ, ഇതെൻ്റെ പേരക്കിടാവിന് ഇതെല്ലാം എൻ്റെ കൊടുക്കുള്ളത് ചുമ്മാ ഇരുന്ന് പറയുക. കുഞ്ഞു ഇങ്ങനെ ഇരിക്കുക. എൻ്റെ പൗലോവിനോട് ഞാൻ പറഞ്ഞു, പൗലോവിന് കൊടുക്കില്ല, പെങ്കൊച്ചുണ്ടാകുന്ന ആർക്കാണ് അവർക്കടെ പെങ്കൊച്ചിനെ കൊടുക്കുക. അവർക്ക് ആർക്കും പെൺപിള്ളേരോട് താല്പര്യമില്ല. എനിക്ക് മാത്രം പെൺപിള്ളേർ ഇഷ്ടം. എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ, എനിക്ക് പേരക്കിടാവ് പെങ്കൊച്ചുണ്ടാകാൻ. അപ്പോൾ ഇന്നത്തെ ഗീവ് അവേ ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്യുന്നവർക്ക് കഴിഞ്ഞ ദിവസം ഇട്ടില്ലേ.
അപ്പം ഗിഫ്റ്റ് കിട്ടും. 1000 റുപ്പീസിൻ്റെ ഗിഫ്റ്റ് വോച്ചർ എല്ലാവർക്കും ഉണ്ട്. അപ്പം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബ്യൂട്ടി പാർലർ എല്ലാത്തിലും ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങളെല്ലാം നോക്കണം. ഇത് ഇന്ന് സാരിയുടെ വീഡിയോ ആണ്. ഇത് ഇങ്ങനെ ഒറിജിനൽ ഇന്ന് ഇത് അനിതാഫ് ഇങ്ങനത്തെ ഒറിജിനലായിരുന്നു കൊടുത്തായിരുന്നേ. ഈ ഗോൾഡൻ തന്നെ ഈ സെയിം. എന്നിട്ട് അരികത്ത് ബോർഡറൊന്നും ഇല്ലായിരുന്നു, ഇങ്ങനെ പിങ്ക്. ഇതാ ജ്യോതിക സാരി ആട്ടോ, അംബാനി കല്യാണത്തിൻ്റെ അതിൻ്റെ ഫസ്റ്റ് കോപ്പി ആട്ടോ. ജ്യോതിക സാരിയുടെ ഫസ്റ്റ് കോപ്പിയാണ്. പക്ഷെ ഇത് ഉടുത്താൽ നല്ല രസമാണ് കേട്ടോ. അനിതാഫ് ഈ ഗോൾഡൻ സാരി ഉടുത്തിട്ടുണ്ടല്ലോ, നമ്മുടെ റെഡ് കല്ലുള്ള ഒരു സൂപ്പർ മാലയും കമ്മലും ഇതൊക്കെ എടുത്ത് ഞാൻ അതിൻ്റെ ഇടാട്ടോ. ഇത് ഭംഗിയായിരുന്നു. അവിടെ ചെന്നിട്ട് ഭയങ്കര എല്ലാവരും ഇങ്ങനെ നമ്മുടെ കട ഫേമസ് ആയിപ്പോയി. രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഇന്ന് പരസ്യമായിപ്പോയി. ഭയങ്കര രസം. അതൊരു വലിയ അനുഗ്രഹമായി. അപ്പോൾ ഈ സാരി നല്ല സോഫ്റ്റായിട്ട് ഒന്നുകൂടെ ഉണ്ട് കേട്ടോ. അതെ ഇതുണ്ടോ, ഇതും അത് കാഞ്ചീപുരമൊക്കെ കണ്ടാൽ ഇപ്പോൾ ഒരു കാലത്തും അറിയാൻ പറ്റില്ല. ഇതിനെത്രയാ? 1499. ഇങ്ങനത്തെ സാരി ഉടുക്കുമ്പോൾ ഉണ്ടല്ലോ ഫങ്ഷനുകൾക്ക് ഭയങ്കര രസമാട്ടോ. കടും കളറിലും ഇപ്പം ഞാൻ ഈ പച്ചേനേക്കാളും രസമില്ല ഇതിങ്ങനെ വെച്ചിട്ട് അല്ലേ. ഞാനിപ്പോൾ എൻ്റെ അപ്പുക്കുട്ടൻ്റെ കല്യാണത്തിൻ്റെ സാരികളൊക്കെ ഡിസൈഡ് ചെയ്തു അല്ലേ. ഇത് വെച്ചിട്ട് പച്ചേനേക്കാളും ഒരു തെളിച്ചം വന്നില്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ഈ അരിതാപ്പീടി എടുത്തു നിന്നപ്പോൾ കല്യാണപ്പെണ്ണ് മുതൽ കല്യാണപ്പെണ്ണിൻ്റെ ചെറുക്കൻ്റെ വീട്ടുകാർ മുതൽ എല്ലാം ഡിമ്മ. നമ്മൾ സ്റ്റേജിലൊക്കെ നോക്കി എവിടെ നോക്കിയാലും അരിതാപ്പീനെ ഇങ്ങനെ കാണാം. ഈ ഇതിൽ ചില ലൈറ്റ് ഗോൾഡൻ, എന്നിട്ട് ആ റെഡ് ഇതിൻ്റെ മാലയും കമ്മലും എല്ലാവരും ഫുൾ എവിടെ നിന്നാലും അരിതാപ്പീനെ കാണാറുണ്ട്. ഭയങ്കര ക്ലിക്ക് ചെയ്തു. അപ്പം ഞാൻ ഓർത്തു അപ്പക്കുട്ടൻ്റെ കല്യാണത്തിന് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. സൂപ്പർ സംഭവം കേട്ടോ. ബ്ലൗസ് എന്നാ ചാടിപ്പോയി. ബ്ലൗസ് ഒരു പിങ്കാ അല്ലേ. ഇത് നല്ല സാരി ആട്ടോ. ഈ വിലയ്ക്ക് 1499. ഇത് ഇച്ചിരി ഡിസൈൻ വ്യത്യാസമാട്ടോ. എൻ്റെ ഒറിജിനൽ കാഞ്ചീപുരം 20 സംതിങ് 30 ഏതാണ്ടാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ആ ലുക്കൊക്കെ ഏകദേശം ഉണ്ട്. ഉണ്ണിക്കുട്ടൻ്റെ എൻഗേജ്മെൻറ്റിന് എടുത്ത സാരി അത്. അന്ന് കോൺട്രാസ്റ്റ് ഇറങ്ങിയില്ലായിരുന്നു. എത്രയോ കട കയറിയിട്ട് ഒരു കടയിൽ മാത്രം 3 കോൺട്രാസ്റ്റ്, ബാക്കിയുള്ളവരൊക്കെ ചെയ്യിപ്പിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് കോൺട്രാസ്റ്റ് ഇറങ്ങിയിട്ടില്ലോ. പിന്നെ കോൺട്രാസ്റ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്, ഈ സൈസിൻ്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് പിന്നെ ഇറങ്ങി. 3-4 വർഷമായില്ലേ ഉണ്ണിക്കുട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. 3.5 വർഷമായി. ഇത് നമ്മുടെ കട്ട് വർക്കിൻ്റെ സാരി കേട്ടോ. ഇതും നമുക്ക് നമ്മൾ റിപ്പീറ്റ് ചെയ്തേക്കണല്ലേ. നമുക്ക് ഭയങ്കര എൻജോയ് ഉള്ള സാരി കേട്ടോ. 2599 വിലയുള്ളൂ. പ്ലെയിൻ ബ്ലൗസ് പീസും നല്ല സൂപ്പർ. ഇതിൻ്റെ കട്ട് വർക്കിൻ്റെ ഫിനിഷിങ് ഉണ്ടോ, അതാണ്. ഇത് ഇങ്ങനെ വല്ല മെഷീനായിരിക്കും, അല്ലെങ്കിൽ ഇത്രയും മനുഷ്യർക്ക് ചെയ്ത് ഒരിക്കലും 10,000, 15,000, 20,000 രൂപയുടെ വർക്ക് ഇത്. അല്ലാണ്ട് എനിക്ക് കട്ട് വർക്ക് ചെയ്യാൻ അറിയാറുണ്ട്. സാധാ മെഷീനിൽ എനിക്കറിയാം. ഞാൻ ചെയ്തിട്ടൊന്നുമില്ല, പഠിപ്പിക്കാനറിയാം. ഞാൻ ആൾക്കാരെ പഠിച്ചു കൊടുക്കാതെ ഞാൻ ജീവിതത്തിലൊരു സാധനം ചെയ്തിട്ടില്ല. എനിക്ക് അതിനുള്ള ക്ഷമയൊന്നുമില്ല. എൻ്റെ പൊന്നെ 10 മിനിറ്റ് ഒരു കാര്യത്തിൽ. ആ പൗലോ കുഞ്ഞും അതുപോലെയാണ്. സ്കൂളിൽ ചെന്നിട്ട് വരാതെ നോട്ടി പോയി അവരെ അടുത്ത് ഇവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കുന്നു. എനിക്കും അങ്ങനെ ഒരു മിനിറ്റ് ഇരിക്കാൻ പറ്റില്ല ഇവേ. പക്ഷേ എൻ്റെ സ്വഭാവം വേണ്ട, പൗലോ കുഞ്ഞിന് യേശുവിൻ്റെ സ്വഭാവം തന്നെ വേണം. നല്ല ബ്ലൂ, അടിപൊളി കളേഴ്സാട്ടോ. ഇതൊക്കെ നമുക്കിങ്ങനെ സാരി ഇട്ടത് ഈ കളറ് ഇത് ഇട്ടാൽ പിന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യണ്ട കേട്ടോ. നല്ല ചുണ്ടിൽ വേണമെങ്കിൽ ലിപ്സ്റ്റിക്ക് വേണ്ട. ലിപ്സ്റ്റിക്ക് ഇട്ടാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്നും കൊള്ളണം. എനിക്കങ്ങനെ ഒരു പ്രശ്നം പറ്റിയല്ലോ. വീഡിയോ പിടിക്കാൻ ഇട്ടിട്ട് അല്ലാത്തപ്പോൾ ചുണ്ട് കറുത്തിരിക്കണ പോലെ. നല്ല ചുമന്ന ചുണ്ടാറും. പീച്ച് കളർ നല്ല സാരി, വെറൈറ്റി ആട്ടോ. ഇത് നല്ല സാരി കേട്ടോ. ഈ കളർക്ക് ഇങ്ങനെ വെക്കുമ്പോൾ അല്ലേ ഒരു രാജകീയ ലുക്കാട്ടോ. ഓ, ഈ ഇതിൻ്റെ ഗോൾഡൻ ലൈറ്റിൻ്റെ ഒക്കെ ഒന്ന് രാജകീയത കണ്ടതാണ്. 1499. അടിപൊളി സാരി. ബ്ലൗസ് പീസ് പ്ലെയിൻ, ഇങ്ങനെ ബോർഡറൊന്നുമില്ല, അല്ല പ്രിൻ്റൊന്നുമില്ല, പ്ലെയിൻ. നല്ല സാരി അല്ലേ, നല്ല സോഫ്റ്റ് ആട്ടോ. ഫുള്ളിങ്ങനെ എംബ്രോയ്ഡറി ആട്ടോ. ക്രോസ് സ്റ്റിച്ച് പോലത്തെ ഈ എംബ്രോയ്ഡറി ഫുള്ളുണ്ട്.
നല്ല അത്യാവശ്യം ഒരു ഫങ്ഷൻ പോകാൻ ജെറി, നല്ല ആൻറ്റിക് ജെറിയും ഓണത്തിന് വേണമെങ്കിൽ കൊടുക്കാമെന്ന് തോന്നുന്നു അല്ലേ. സൂപ്പർ സാരി. ഇതൊരു സോഫ്റ്റ് സിൽക്കിൻ്റെ ബോർഡർ ഒന്നുമില്ലാത്ത ഇഷ്ടമുള്ള ഒത്തിരി മനുഷ്യരില്ലേ. നല്ല പേസ്റ്റ് കളർ കേട്ടോ, അതിലിങ്ങനെ എംബ്രോയ്ഡറി. നല്ലൊരു സാരി. നമ്മൾ ആദ്യമായിട്ട് കാണിക്കണേ അങ്ങനെയുള്ള സാധനം നിങ്ങൾ വെബ്സൈറ്റിൽ എടുക്കണം, കാരണം അപ്പം പെട്ടെന്ന് തീരും. ഇത് വെറുതെ 1699 രൂപയുള്ളൂ. 1699 രൂപയുള്ളൂ. ആ വിലയ്ക്ക് ഇത് സൂപ്പറല്ലേ. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിരിക്കും അല്ലേ. എവിടെ പോയി ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു കുഞ്ഞ് എംബ്രോയ്ഡറി ഉണ്ട്, കുഞ്ഞൊരു ബുട്ട ഈ ഉള്ളിലുള്ള ബുട്ട ഡിസൈൻ ഉണ്ട് ബ്ലൗസ് പീസിൽ. ഗ്രാൻഡ് സാരി കേട്ടോ, ഭയങ്കര നല്ല കംഫർട്ടാണ് പിടിക്കാനും. ഞാൻ ഫുൾ സാരിയിൽ വെച്ചേക്കണം, നല്ല ഒതുങ്ങി, നല്ല രസമില്ലേ. എൻ്റെ കളർ ചാർട്ടും നല്ലതാട്ടോ, ചാമ്പങ്ങ പീച്ച്. ഇതിടുമ്പോൾ നമ്മുടെ മുഖമൊക്കെ ചാമ്പങ്ങ പോലെ ഇരിക്കും അല്ലേ, ശരിക്കും ചാമ്പങ്ങ പോലെ ഇല്ലേ. ഇന്ന് കണ്ണൂരിൽ നിന്ന് ഒരു കൊച്ചു വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ചോദിച്ചപ്പോൾ എനിക്കെന്ത് സന്തോഷമായി. കൊറോണക്കാലം കഴിഞ്ഞ് നമ്മൾ ഇട്ടപ്പം മുതൽ വീഡിയോ ഇട്ടപ്പം മുതൽ കാണുന്നതെന്ന്. എൻ്റെ മോള് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീഡിയോ കാണുന്നതെന്ന്. ഫുൾ ഞാൻ സുനി സജീവ് രേവതി ഇതെല്ലാം പറയുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ അമ്മയ്ക്ക് ആദ്യത്തെ ഇത് കേൾക്കണ ഇഷ്ടമല്ല. അമ്മ അത് വലിച്ചു നീട്ടിയിട്ട് തുണി മാത്രം കാണാൻ നോക്കുക. കൊച്ച് നിർബന്ധിച്ച് ആദ്യം മുതൽ കേൾക്കും. അപ്പോൾ ദൈവം കുഞ്ഞിപ്പിള്ള ശിശുക്കളെ പോലെ ആകുക, സ്വർഗരാജ്യം നിൽക്കണമെന്നല്ലേ യേശുബ്രാൻ പറഞ്ഞേക്കണേ. പിള്ളേർക്കൊക്കെ ബൈബിൾ വചനമൊക്കെ കേൾക്കണ ഇഷ്ടമാണ്. അമ്മമാരൊക്കെ ആകുമ്പോഴത്തേന് ഞാനൊക്കെ അങ്ങനെ തന്നെയാണെന്നുണ്ട്. ഇപ്പോഴാണ് എൻ്റെ ദൈവം ഏതോ ദൈവകൃപ യേശുവിലേക്ക് തിരിയാനുള്ള ഭാഗ്യം തോന്നി ജീവിതം മാറി മറിഞ്ഞത്. ഇതൊരു നല്ല സാരി ആട്ടോ. ഇവിടെ കാര്യം ഒരു ക്രേപ്പിൻ്റെ ആട്ടോ സ്റ്റഫ്. ഈ ലേസ് പക്ഷേ പിടിപ്പിച്ചേക്കണത് കോട്ടയിൽ ക്രൂഷോ ലേസ്, ഈ ആഷ്. ഇത് നല്ല വെറൈറ്റി സാരി. ബ്ലൗസ് പീസ് കോട്ട അല്ലേ. ആ ബ്ലൗസ് പീസ് പ്യുവർ കോട്ടയും. ഇതിൻ്റെ ഒരു വെറൈറ്റി സാരി. എത്ര? 1599. നല്ലതാ. ഈ ബ്ലൗസ് പീസ് ഒന്ന് കാണിക്കായിരുന്നു. സെയിം ആണോ? ആ സെയിം തന്നെയാണ് ബ്ലൗസ് പീസ് കളറ്, പക്ഷെ മെറ്റീരിയൽ കോട്ട. ഞാൻ സാരി ഉടുത്ത് അടിക്കാണ്ട് കഷ്ടപ്പെട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഓടി വന്നതാണ്. ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഒന്ന് സാരി ഉടുത്ത് വീഡിയോ പിടിക്കാമെന്ന് പറയുന്നു. ഓ ചുരിദാറാക്കി ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കുർത്തയുടെ ഒക്കെ ഏതെങ്കിലും എടുത്തിട്ട് വീഡിയോ പിടിച്ചിട്ട് ഊരി വെച്ചാൽ മതി. ഞാൻ കുർത്ത ഇടില്ലോ, എന്നും ഒരേ ചുരിദാർ എടുക്കാൻ പറ്റും. എൻ്റെ തീരുമാനം എല്ലാവരും ഞാൻ പിശിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് വേറൊരാൾ അപ്പൻ്റെ കടയോ കെട്ടിയോനൊക്കെ കാശ് മുടക്കി ഇങ്ങനെ മേടിക്കും. നമ്മൾ തന്നെ ആകുമ്പോൾ മൊത്തം മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ തുണിയെടുക്കൂല, എല്ലാ കാര്യവും ഇങ്ങനെ ഓടിക്കാൻ നോക്കും കടയൊക്കെ. പീച്ചും യെല്ലോയും നല്ല കോമ്പിനേഷനൊക്കെ ആട്ടോ. നല്ല റോഷ്യോ ലേസ് വർക്കാം. അടിപൊളി സാരി ആട്ടോ, സൂപ്പർ. ഞാൻ എൻ്റെ ഒരു സാരിയുടെ മേലിൽ ഇത്രയുടെ വെച്ചിട്ട് ഒതുക്കിയില്ലേ. സാരി കൊടുത്തൊരു തടിയുണ്ടല്ലേ. എവിടെമാർ പറയാ അപ്പുറം ഒരു തടിയുള്ള പുള്ളിക്കാർ നിൽക്കണമുണ്ടോ. ഞാനറിഞ്ഞത് അത് കഴിഞ്ഞ് ക്രോസ് ചെയ്ത് ഈ കടയിട്ട് വരും. ഇന്നലെ അവർ പറഞ്ഞു സുഞ്ചേച്ചി കേൾക്കേണ്ടത്. ഞാൻ താറാമട്ട ഓർണം വെച്ചത് ചങ്ക് പൊട്ടിപ്പോയി. എൻ്റെ ക്ഷീണിച്ച ഇന്ന് തന്നെ വീഡിയോ കണ്ടവർ പറഞ്ഞു മുഖമൊക്കെ വല്ലാണ്ടായി, ഇത് എന്നെ ഇങ്ങനെ പറ്റിയെന്ന് ചോദിക്കാത്ത മനുഷ്യരില്ല. എനിക്കറിയാൻ പാടില്ല. ഇതേ വെയിലും കൊണ്ട് ഈ റോഡ് ക്രോസ് ചെയ്യലാണ് ഈ കടയുടെ അപ്പുറത്തെ കട ഇപ്പുറത്തെ കട. എൻ്റെ ദൈവം എൻ്റെ മുഖവും പോയി. ഇനി എല്ലാ ദിവസവും ഫേഷ്യൽ ചെയ്യണമെന്ന് എനിക്ക് തോന്നേ. അപ്പോൾ ഇനി പട്ടിണിയുടെ കിടന്നാൽ എൻ്റെ മുഖമൊക്കെ എങ്ങനെ ഇരിക്കും. അടുത്ത ദിവസം മുതൽ ജിമ്മിൽ പോയി വണ്ണം കുറച്ചിട്ട് തന്നെ ആരും ഒരു തടിച്ചിന്ന്. അല്ല ഇത് കേൾക്കുമ്പോൾ നമ്മൾ ബോഡി ഷേമിങ് ആണ് എന്നൊക്കെ ഓർക്കാണ്ട് നമ്മളതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. എങ്ങനെയും തടി കുറയാൻ നോക്കുക. എന്നെ കാണുമ്പോൾ തടി എന്ന് പറയുമ്പോൾ മുഖമൊക്കെ ചീത്തയെന്ന് പറയുമ്പോൾ അപ്പം ബ്യൂട്ടി പാർലറുകാരെ കാര്യം തീർപ്പാണ്. ഓടി ഫേഷ്യൽ ചെയ്യുമ്പോൾ
അപ്പം നമ്മളത് പോസിറ്റീവായിട്ട് എടുത്താൽ മതി എന്ത് പറയുമ്പോഴും. അല്ലാണ്ട് അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നമ്മളോട് സ്നേഹം കൊണ്ടാന്ന് പറഞ്ഞേക്കാം. നമുക്ക് അതിന് റെമഡികളുണ്ടല്ലോ. യെല്ലോയിൽ പീച്ച്. എന്നോട് ആരെന്ത് പറഞ്ഞാലും ഞാൻ എനിക്ക് വഴക്കില്ല കേട്ടോ. നല്ലൊരു കളറ്. എവിടെ കാണിക്കാം? ഇത് കാണിച്ചു കഴിഞ്ഞിട്ട് ഇത് നല്ല ബനാറസിൻ്റെ സൂപ്പറാട്ടോ. സോഫ്റ്റ് സിൽക്കിൽ ബനാറസ് കേട്ടോ. ഇപ്പം ഇങ്ങനെ ഈ പേസ്റ്റ് ഷെയ്ഡ് ബനാറസ് നമുക്ക് കംപ്ലീറ്റ് തീർന്നു പെട്ടെന്ന്. ചുരിദാറായാലും ബനാറസിൻ്റെ ഭയങ്കര ക്രേസ് ഇപ്പോഴാട്ടോ ആൾക്കാർക്ക് ക്രേസ് അങ്ങ് കയറിയേക്കണേ. ഞാൻ ആദ്യം ചിലച്ചൊക്കെ വെറുതെ. ഇപ്പോൾ അത് ഗോൾഡ് സ്കീമും അതുപോലെയാണ്. സ്വർണ്ണത്തിനങ്ങ് വില കൂടി. ഇപ്പോൾ ഡെയിലി ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് സ്കീം കൂടും. ഇപ്പം 1599 സ്കീം കൂടുന്നത് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ കേട്ടിട്ടൊക്കെ ആയിരിക്കും കേട്ടോ. എന്തായാലും ഒത്തിരി നന്ദി. നിങ്ങൾക്ക് സ്കീം കൂടിയാൽ നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും. സ്വർണ്ണത്തിന് എന്നാലും വില കയറുള്ളൂ. നിങ്ങൾ ചരിത്രം നോക്കാം. പണ്ട് 200 രൂപയ്ക്ക് കിട്ടുമായിരിക്കും, 20 രൂപയ്ക്ക് കിട്ടുമായിരിക്കും. അത് കൂടി ഇത്രയായില്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കൈകാര്യം ചെയ്യാം. ഇപ്പം അങ്ങനെയല്ലേ. പണ്ടത്തെ പോലെ പറമ്പ് മേടിച്ചിട്ട് ആ പിള്ളേർ ഞാനാണെങ്കിൽ ഞങ്ങളുടെ താഴത്തെ പറമ്പിൻ്റെ അതിലും എനിക്കറിയാൻ പാടില്ല എന്ന് വെച്ചാൽ ഒത്തിരി പറമ്പുണ്ടായിട്ടല്ലോ കേട്ടോ. പണ്ടൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഒത്തിരി സ്ഥലമുണ്ട്. പക്ഷേ പശുവിനെ നോക്കാൻ പോയി എല്ലാ സ്ഥലവും അറിയാം. അടുത്ത വീട്ടിലെ പറമ്പിട്ട് പശു കയറിയിട്ടുണ്ടെങ്കിൽ അവർ അലറും. ഞാനെങ്കിൽ മനോരമ എടുത്തുകൊണ്ട് വായിക്കുക. പശു ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കി ഞാൻ മനോരമയിലേക്ക് കഥകളിലേക്ക് ആഴത്തി കിടന്നു പശുവിനെ കാണുന്നത്. അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ അലറി റബ്ബറൊക്കെ എല്ലാം വെച്ചേക്കണേ. അന്ന് റബ്ബറിന് തന്നെ വില. അലർച്ച കിട്ടും. അയ്യോ കൊല്ലല്ലേ എന്ന് ഓടിച്ചേരും. അവരുടെ വായി തട്ടപ്പെട്ടേ കേൾക്കും. എനിക്ക് പശുവിനെ നോട്ടായിരുന്നു അല്ലേ. പശു ആട് ഇതൊക്കെ നോട്ടായിരുന്നു പണ്ട്. പശുനോട്ടം എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. എനിക്ക് ഇപ്പം എൻ്റെ അമ്മച്ചി പറയും എൻ്റെ അപ്പനും പശുനോട്ടം വലിയ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞേക്കാം. ഈ മാസിക വയ്ക്കാൻ പോകാനേ വീട്ടിൽ ഇരുന്ന് പണിയാണ് എനിക്കിഷ്ടമല്ല. ഇത് ഹൈലാക്ക് എന്നെ വില 1599. ബ്ലൗസ് പീസ് പ്ലെയിൻ അല്ലേ? ആ ബ്ലൗസ് പീസിലൊരു മുട്ടയുണ്ട് കേട്ടോ. നല്ല കളറാട്ടോ. ഈ ബേജും ഈ ആൻറ്റിക്കും നമുക്കൊക്കെ ഒരു ഫങ്ഷന്. ഇപ്പം ഞാൻ കൊടുത്തേക്കണേന് 10-20,000 രൂപ 3.5 വർഷം മുമ്പ്. എന്തിനാ ഇത്രയും വിലയുടെ സാരിക്ക? 3.5 വർഷമൊക്കെ ആയി. അല്ല ഞാൻ ഇങ്ങനെ. പക്ഷെ നമ്മുടെ സ്വന്തം കൊച്ചിൻ്റെ തന്നെ വേണ്ട. ഇത് ഉണ്ണിക്കുട്ടൻ്റെ കല്യാണത്തിനായത് പറഞ്ഞാൽ ഇവരെല്ലാ കല്യാണത്തിനും എന്നോട് ഇങ്ങനത്തെ കൊടുക്കാം. ഞാൻ എടുക്കൂല. എനിക്ക് എൻ്റെ കാശിന് അത്രയൊന്നും കാശിന് എനിക്ക് 2 ഗ്രാം സ്വർണ്ണം മേടിച്ച് വയ്ക്കാമല്ലോ. നമ്മളിങ്ങനെ പണ്ട് അവരൊക്കെ പറയണ പോലെ പൈസ ചെലവഴിക്കാൻ പറ്റുമോ? അതേ നീ ഞാൻ അപ്പൂൻ്റെ കല്യാണത്തിനാണ് പ്ലാൻ ചെയ്യണത്. കാഞ്ചീപുരം എടുക്കാൻ. അടുത്ത വർഷം അപ്പൂനെ പെണ്ണ് കെട്ടിക്കാം. സാരിയുടെ കാര്യം ഒരു തീരുമാനമായല്ലോ. നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട നമ്മൾ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യം ചിന്തിച്ചാൽ മതി. പെണ്ണിനെ കണ്ടുപിടിക്കണ വലിയ വലിയ കാര്യം യേശോബ്രാനെ നോക്കുക. നമ്മൾ സാരികൾ എല്ലാ ഡ്രസ്സും ഫങ്ഷൻ എങ്ങനെ നടത്തണം ഇതൊക്കെ ചിന്തിക്കും. ഞാൻ ഉണ്ണിക്കുട്ടൻ്റെനും അങ്ങനെ ഓക്കെ. പെണ്ണ് എങ്ങാനും മോശമായി യേശോബ്രാനോട് ചോദിക്കാൻ പാടില്ലേ. നല്ല പെണ്ണിനെ കൊണ്ട് തന്നോട്ട് ഇതാണോ കൊണ്ട് തന്നതെന്ന് ചോദിക്കാമല്ലോ. അപ്പോൾ യേശു അങ്ങനെ വലിയ വലിയ കാര്യമൊക്കെ നമ്മൾ യേശുവിന് കൊടുക്കണം. ഗോൾഡ് പ്ലെയിൻ നല്ല പ്രിൻ്റ് ബനാറസ് ബുട്ട ബ്ലൗസ്. നല്ല കളേഴ്സാട്ടോ. ഇതിൻ്റെ ഇങ്ങനത്തെ കളേഴ്സ് വന്ന കാരണം ഞാൻ എടുത്തതാണ്. ഈ കളറൊന്നും നമ്മൾ കാണിച്ചിട്ടേ ഇല്ല അല്ലേ. നല്ല പീച്ച് അടിപൊളി കനവും ഇല്ല. എനിക്കിത് ഇനി എടുത്താൽ അവരെന്നെ തല്ലിക്കൊല്ലും. ബനാറസ് സാരി ഉള്ളൂ ഇനി വീട്ടിൽ. എൻ്റെ എല്ലാ ഷെയ്ഡുമായി. ഇനി ഞാൻ ബനാറസ് എടുക്കണില്ല. ഒത്തിരി കളർ എടുത്തു ബനാറസ് ചുരിദാറും. എന്നിട്ടും എനിക്ക് ബനാറസ് കാണുമ്പോൾ കൊതിയ. അടിപൊളി അടിപൊളി. എല്ലാ സാരിയും നല്ലതാട്ടോ. 1599 ഉള്ളൂ. ഈ സാരി നമ്മൾ ആദ്യം കാണിച്ച സാരിയുടെ ഏറ്റവും നല്ല കളർ താഴെ കിട്ടും. താഴെ പോയത് കണ്ടില്ല കേട്ടോ. സാർ എത്രയായിരുന്നു? 1699. ഈ ബോർഡർ ഇല്ലാത്ത സിൽക്ക് ഇങ്ങനെ നല്ല ഇതെന്തോ ഒരു വർക്ക്. ഇത് ഭംഗിയാന്ന് നോക്കിയാൽ ത്രെഡ് വീവിങ് അടിപൊളി. സാരിയാ വില 700.
സോഫ്റ്റ് സിൽക്ക് സാരി എംബ്രോയ്ഡറി ഫുൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഇത് മുന്നേ ആ വിലയ്ക്ക് എന്ത് ലാഭമല്ലേ. ഫുൾ എംബ്രോയ്ഡറി ഉണ്ടോ അതോ കുറച്ചിടാം അല്ലേ. പിന്നെ ഇങ്ങനെ ആയിരിക്കും എംബ്രോയ്ഡറി. ആ ഒരുമാതിരി ഫ്ലീസ് വരെയൊക്കെ എംബ്രോയ്ഡറി ഉണ്ട്. ആ ഫ്ലീസ് വരെ അങ്ങനെ ഉള്ളിൽ ഫ്ലീസ് വരെ ഈ ഫുൾ എംബ്രോയ്ഡറി ഉണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു ബുട്ട എംബ്രോയ്ഡറി. എന്നാ വില? 799 രൂപ കേട്ടോ. നല്ല സോഫ്റ്റ് സാരി. ഇത് ബ്ലൗസോ പ്ലെയിൻ ആണോ? പ്ലെയിൻ ബ്ലൗസ് പീസ്. ഈ വിലയ്ക്ക് എന്ത് രസം. നല്ല പേസ്റ്റ് കളേഴ്സ്. എന്നോട് എല്ലാവരും പറഞ്ഞാൽ ഇങ്ങനെ മുഖം കളിക്കരുത്, കണ്ണ് കാണാൻ പാടില്ല. ഈ കണ്ണാടി പ്രാക്ടീസ് ചെയ്യണം. തടി വെച്ചിട്ടേ ഇവിടെയൊക്കെ നീർക്കട്ടം നീട്ടാണ്. കണ്ണീട്ട് വന്ന് തടി പ്രായം വയ്ക്കുമ്പോൾ തടി വെച്ച് ഇങ്ങനെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ ഫേസ് ലിഫ്റ്റ് ചെയ്യും. മേലെ ഫിലിം സ്റ്റാഴ്സൊക്കെ ഭയങ്കര കാശ് അല്ലെങ്കിൽ ഒന്നും ചെയ്യാറുണ്ട്. 799 അടിപൊളി കേട്ടോ. സൂപ്പർ സംഭവം. തീർന്നോ? അപ്പോൾ ദേ ഇൻസ്റ്റ, ഫേസ്ബുക്ക്, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ രേവതി വെഡ്ഡിങ് കളക്ഷൻ, രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, രേവതി ബ്യൂട്ടി പാർലറൊക്കെ ചെയ്യണം കേട്ടോ. ചുമ്മാ ചെയ്തിട്ടാറേ വെറൈറ്റി കല്യാണ വർക്കിൻ്റെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ കാണാം. ചുമ്മാ രസമല്ലേ. അത് ഞങ്ങൾക്കൊരു അനുഗ്രഹമാകും, നിങ്ങൾക്കും ഒരു അനുഗ്രഹമായി മാറട്ടെ. പിന്നെ ഗിഫ്റ്റുകൾ കിട്ടും. അതുകൂടാണ്ട് നമ്മുടെ ഗോൾഡ് സ്കീമിൽ കയറുക. ഞാനിങ്ങനെ പറയുമ്പോൾ 6500 ആയിരുന്നപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതേ 7900 ആയി. 1000 അടുക്കാറായി. ഇനിയെങ്കിലും കൂട്. 1 ലക്ഷമൊക്കെ ആവുമെന്ന് പറഞ്ഞത്. ഇനിയെങ്കിലും കൂട്. ഗ്രാമിന് 10,000 ആവുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ തങ്കത്തിൻ്റെ റേറ്റ് ആട്ടെ ഞാൻ പറഞ്ഞത് 1 കിലോയ്ക്കൊക്കെ. അപ്പോൾ പിന്നെ എന്നതാ, അപ്പോൾ സ്കീമിൽ കൂടുന്ന കാര്യം മിനിമം 1000 രൂപ 11 മാസം കണ്ണടച്ച് ഓർക്കുമ്പോൾ വരും. ഇഷ്ടമുള്ള പൈസ നിങ്ങളിപ്പോൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണേക്കാളും ലാഭം സ്വർണ്ണത്തിലാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് സ്വർണ്ണം എടുക്കണ്ട്. പിന്നെ വേറെ എന്നാ വിശേഷം? വേറെ വിശേഷമൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ശമ്പരം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.